നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1103rd day. Today 7th sloka of Prathama Skandam, 15th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 1103 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 15ാമത്തെ അധ്യായത്തിലെ 7ാമത്തെ ശ്ലോകം. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പ്രധാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേച്ചു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതത്തിലെ 15ാമത്തെ അധ്യായത്തിലെ 1ാമത്തെ സ്കന്ധത്തിലെ 7ാമത്തെ അധ്യായം 7ാമത്തെ ശ്ലോകം. ഓം തത്സത്. യസ് സംശയാ ദ്രുപദഗേഹ ഉഭാഗതാനാം രാജ്ഞാം സ്വയംവരമുഖേ സ്മരദുർമദാനാം തേജോ ഹൃദം ഖലു മയാ ബിഹദശ്ച മത്സ്യ സജ്ജീകൃതേന ധനുഷാദിഗതാ ച കൃഷ്ണ. ഓം തത്സത്. യത് സംശയാ ദ്രുപദഗേഹമുപാഗതാനാം രാജ്ഞാം സ്വയംവരമുഖേ സ്മരദുർമദാനാം തേജോ ഹൃദം ഖലു മയാ ബിഹദസ്ത മത്സ്യ സജ്ജീകൃതേന ധനുഷാദിഗതാ ച കൃഷ്ണ. ഓം തത്സത്. അർജുനൻ ഓരോരോ കാര്യം ശ്രീകൃഷ്ണ ഭഗവാൻ തനിക്ക് നൽകിയ അനുഗ്രഹം, ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് താൻ ചെയ്ത ഓരോ കാര്യമായിട്ട് എടുത്ത് പറഞ്ഞുകൊണ്ട് ദുഃഖിക്കുകയാണ്. അങ്ങനെയുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ എന്നെ വിട്ടു പിരിഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദുഃഖിക്കുകയാണ്. ഇപ്പോൾ പദം പിരിക്കേണ്ടത് യത് സംശയാത് ദ്രുപദഗേഹം ഉപാഗതാനാം രാജ്ഞാം സ്വയംവരമുഖേ സ്മര ദുർമദാനാം തേജോ ഹൃദം ഖലു മയാ അഭിഹതശ്ച മത്സ്യ സജ്ജീകൃതേന ധനുഷാ അധിഗതാ ച കൃഷ്ണ. യത് സംശയാത്. യാതൊരുത്തൻ്റെ ബലമായ ആശ്രയം ഹേതുവായിട്ട്, കാരണമായിട്ട്, സജ്ജീകൃതേന ഞാൻ ബന്ധിക്കപ്പെട്ട, ധനുഷ വില്ലുകൊണ്ട്, ദ്രുപദഗേഹം ദ്രുപദ രാജധാനിയെ, ഉപാഗതാന പ്രാപിച്ചവരും, സ്മരദുർമദാന മന്മഥൻ നിമിത്തം മതിച്ചവരുമായ, രാജ്ഞാം രാജാക്കന്മാരുടെ, തേജസ് സ്വയംവരമുഖി സ്വയംവരത്തിൻ്റെ പ്രാരംഭത്തിൽ, മയാ എന്നാൽ, ഹൃദം തേജോ ഹൃദം മയാ ഹൃദം ഹരിക്കപ്പെട്ടു, മത്സ്യം അഭിഹത മുറിക്കപ്പെട്ടു, കൃഷ്ണ പാഞ്ചാലി അധിഗതാച പ്രാപിക്കപ്പെടുകയും ചെയ്തു. അതായത് സ്വയംവര സമയത്ത് മന്മഥ തേജസ്സാൽ ജ്വലിക്കപ്പെട്ട അനേകം രാജാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു പാഞ്ചാലി സ്വയംവരത്തിന്. അത് ആരുടെ അനുഗ്രഹത്താൽ ഞാൻ അവിടെ ചെന്ന് ആരാലും ഉയർത്താൻ പറ്റാത്തതായ ആ വില്ല് ഉയർത്തി, ആ മത്സ്യത്തെ വില്ല് മുറിത്തിയ ഉടനെ തന്നെ രാജാക്കന്മാരുടെയൊക്കെ മതം നശിച്ചു. അവരൊക്കെ തേജസ്സില്ലാത്തവരായി കാണപ്പെട്ടു. അതിനുശേഷം ആ മത്സ്യത്തെ മുറിച്ചുകൊണ്ട്, യന്ത്രമത്സ്യത്തെ മുറിച്ചുകൊണ്ട് ഞാൻ പാഞ്ചാലിയെ സ്വയംവരത്തിൽ പ്രാപിച്ചുവോ, ആ അത്രയ്ക്കും തേജസ്വരൂപിയായിട്ടുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാനെ എനിക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ടല്ലോ, എന്നെ വിട്ടു പോയിരിക്കുന്നല്ലോ, ഇതിലധികം എനിക്കെന്താണ് ദുഃഖിക്കാനുള്ളത്, ഇതിലധികം എനിക്കെന്താണ് ആപത്ത് വരാനുള്ളത് എന്ന് പറയുകയാണ്. ആ ശ്രീകൃഷ്ണ ഭഗവാൻ സദസ്സിലിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് തനിക്ക് ആ വില്ലെടുക്കാനും ഞാൻ വലിക്കാനും യന്ത്രമത്സ്യത്തെ മുറിക്കാനും പാഞ്ചാലിയെ ലഭിക്കുകയും ഒക്കെ ചെയ്തു. ശ്രീകൃഷ്ണ ഭഗവാനെ ഞാനും നോക്കി, കൃഷ്ണനും എന്നെയും നോക്കി. ആ കൃഷ്ണൻ്റെ നോട്ടത്തിലുള്ള ശക്തി കൊണ്ട് മാത്രമാണ് തനിക്ക് അപ്രകാരം ചെയ്യാൻ സാധിച്ചത് എന്ന് അർജുനൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. താനല്ല ചെയ്തത്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം, അനുഗ്രഹമാണ്
ആ പ്രവൃത്തികളൊക്കെ ചെയ്തത്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് തനിക്ക് വില്ലെടുക്കാൻ സാധിച്ചതും. വില്ലെടുത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരുടെയും തേജസ് നഷ്ടപ്പെട്ടു. അവർക്കൊക്കെ പാഞ്ചാലി നഷ്ടപ്പെട്ടു എന്നുള്ള ബോധം വന്നതുകൊണ്ട് തന്നെ വളരെയേറെ അവർക്ക് തേജസ് നഷ്ടപ്പെട്ടവരായി കാണപ്പെട്ടു. അപ്രകാരം എനിക്ക് സാധിച്ചത്. അതിനുശേഷം ആ യന്ത്രമത്സ്യത്തെ മുഴിക്കുകയും പാഞ്ചാലിയെ ലഭിക്കുകയും ചെയ്തത് കാരണം ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമാണ്. അങ്ങനെയുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ എനിക്ക് നഷ്ടപ്പെട്ടുവല്ലോ, അതിന് പരം ആപത്ത് സങ്കടം എനിക്കെന്താണ് ഉണ്ടാകാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അർജുനൻ തൻ്റെ സഹോദരനായ ധർമ്മപുത്രരോട് പറഞ്ഞ് കരയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. യസ്സംശയാ ദ്രുപദഗേഹമുപാഗതാനാം രാജ്ഞാം സ്വയംവരമുഖേ സ്മരദുർമദാനാം തേജോഹൃദം ഗലുമയാഭിഹതശ്ച മത്സ്യ സജ്ജീകൃതേന ധനുഷാദിഗതാജ കൃഷ്ണ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.